നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയിൽ നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത തന്നെയാണ് കിട്ടിയത്. ഒടുവിൽ എല്ലാവരുടെയും കാത്തിരിപ്പിന് വിരാമമാക്കിക്കൊണ്ട് അവന്റെ കഥ കഴിയുവാണ് ഗംഗാപ്രസാദിന്റെ. പക്ഷെ അപ്പോഴും ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഗംഗാപ്രസാദിനെ ഇല്ലാതാക്കിയത് ആരാന്നറിയില്ല. അവന്റെ തലക്കിട്ടൊരു അടി ആരോ കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ അടി ഏറ്റിട്ടാണ് അവൻ താഴെ വീണിരിക്കുന്നത്. പക്ഷേങ്കിൽ കിരൺ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കിരണിന്റെ ഇടിയിൽ അവൻ താഴെ വീണെന്ന. കാരണം കിരൺ ഇടിച്ച് അവന്റെ നെഞ്ചും കൂട് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒടുവില് അവനവിടെ തല ഇറങ്ങി വീണ് കല്ലേ പോയി തല ഇടിച്ച് വീണ് അങ്ങനെയാണ് അവൻ മരിച്ചതെന്നാണ് കിരൺ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വേറെ ഇതിന്റെ ഇടയ്ക്കിലേക്ക് ഒരാൾ വന്ന് അവന്റെ തല അടിച്ചു പൊട്ടിച്ചെന്ന് കിരൺ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചത് പോലും ഇല്ല ഉണ്ടായിരുന്നില്ല. അങ്ങനെ എന്തായാലും അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് തന്നെ നടന്നു. സദ്യയൊക്കെ നടക്കുന്ന സമയത്ത് കിരൺ രതീഷിനെയും വേലുവിനെയും വരുന്ന് കാണുവാണ്. വന്ന് കണ്ടിട്ട് പറഞ്ഞു, അതെ ഒരു കാര്യമുണ്ട്, സദ്യയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നിങ്ങൾ പതുക്കെ അവനുമായിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടോണം, അറിയാലോ. അപ്പോഴേക്കും രതീഷ് പറഞ്ഞു, അല്ല കിരൺ സാറേ എന്ത് ചെയ്യാനാന്ന് ചോദിച്ചു. എന്ത് ചെയ്യാനോന്നോ, അവന് വേണ്ടിയിട്ട് ഒരു നല്ല ഒന്നാം തന്നെ ഒരു കുഴി എടുക്കണം. എന്തായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് എല്ലാവരും അങ്ങോട്ട് പോരുമ്പോൾ കുറച്ച് സമയം വൈകും, ആ സമയം മതി. അപ്പോഴേക്കും വേലു പറഞ്ഞു, അവനുള്ള കുഴി ഞാൻ എടുത്തോളാം സാറേ, ഞാൻ എന്താണേലും അവനെ കുഴിയിലിട്ട് മൂടുന്ന കാര്യം ഞാൻ ഏറ്റു, അതെനിക്ക് വിട്ടേക്കാൻ പറഞ്ഞു. അതെ, ഇവിടെ ആർക്കും ഒരു സംശയം തോന്നരുത്. നിങ്ങൾ അവരെ വിടാനൊന്നും നിൽക്കേണ്ട. കാരണം ഇനിയിപ്പോൾ അവർ യാത്രയൊക്കെ പറഞ്ഞു പോകാൻ കുറച്ച് സമയം പിടിക്കും. ദിലീപും കാർത്തിയൊക്കെ. എനിക്ക് ആ സമയത്ത് നിങ്ങളോടൊപ്പം വരാൻ പറ്റില്ല. കാരണം ഞാൻ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് സംശയമൊക്കെ തോന്നും. അതുകൊണ്ട് നിങ്ങൾ തന്നെ നേരെ വിട്ടോളാൻ പറയാണ്. സദ്യ കഴിഞ്ഞ ഉടനെ നിങ്ങൾ വിട്ടോണം. അവൻ്റെ ബോഡി എടുത്ത് ഡിക്കിക്കകത്തിട്ട് അവിടെ കൊണ്ടേ വെക്കണം, പറഞ്ഞ സ്ഥലത്ത് കൊണ്ടേ വെച്ചാൽ മതി. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. എല്ലാം രതീഷും വേലു ഏറ്റു. കാരണം അവൻ തീർന്നു കിട്ടിയല്ലോ, ഇനിയിപ്പോൾ വേറൊന്നും നോക്കാനില്ല എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ. അതേ സമയത്ത് പ്രകാശിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞു, പക്ഷെ എന്നാലും സൂക്ഷിക്കണം. ഗംഗാപ്രസാദ് എങ്ങനെ വരുമോ? തൻ്റെ ആ വിഷമങ്ങളും കാര്യങ്ങളും കിരണിനെ വിളിച്ച് പറയുന്നുണ്ട് പ്രകാശൻ. എടാ മോനെ, ഇനിയിപ്പോൾ കാർത്തിമോൾ അങ്ങോട്ടേക്ക് പോയാലും എനിക്ക് പേടിയാ. ഒരു പക്ഷേങ്കിൽ അവിടെ എങ്ങാനും അവൻ വരുമോ, എങ്ങാനും വല്ലതും സംഭവിക്കുമോ? ഒരു കാര്യം ചെയ്യാം, പോലീസ് പ്രൊട്ടക്ഷനോ മറ്റോ ഏർപ്പാടാക്കണമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, ഇനിയിപ്പോൾ അച്ഛൻ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, അവൻ അങ്ങോട്ടേക്കൊന്നും വരാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. ആന്താടെ മോനെ നീ അത്ര ഉറപ്പിച്ച് പറഞ്ഞെന്ന് ചോദിച്ചു. അല്ല, അവൻ വരത്തില്ല അച്ഛ, അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക. വരാനാണെങ്കിൽ അവൻ വന്നേനം, അവനറിയാൻ വന്നിട്ടുണ്ടെങ്കിൽ അവൻ ജീവനോടെ പോവില്ല എന്ന്, അതുകൊണ്ട് അവൻ അങ്ങോട്ടേക്ക് വരത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പ്രകാശന് നേരിയൊരു സന്തോഷം കാര്യങ്ങളൊക്കെ തോന്നി. അതേസമയം കാർത്തികയുടെയും ദിലീപിന്റെ അടുത്തേക്ക് ഭാനുമതി മുത്തശ്ശി വന്നു. അങ്ങനെ മുത്തശ്ശി വന്നിട്ട് പറഞ്ഞു, ഇപ്പോഴേ എനിക്കൊരു സമാധാനമായത്, ഒരു സന്തോഷമായത്. എൻ്റെ മനസ്സ് നിറഞ്ഞു. എൻ്റെ മാത്രമല്ല, എൻ്റെ മോൻ്റെ പ്രകാശിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മോളുടെ കല്യാണം. ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറുമോ എന്ന് പോലും ഒരു നിമിഷം ഞങ്ങൾ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. മോനി കല്യാണത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സങ്കടമായാലും. ദിലീപ് പറഞ്ഞു, അങ്ങനെ ഞാൻ പിന്മാറും തോന്നുന്നുണ്ടോ മുത്തശ്ശിക്ക്? മുത്തശ്ശിക്ക് അറിയാലോ മുത്തശ്ശിയുടെ കൊച്ചുമോൾ എങ്ങനെയാ ചിന്തിച്ചതെന്ന്. കാരണം കല്യാണം പോലും വേണ്ട, ആ ഗംഗാപ്രസാദ് ഒരുത്തനെ ഭയന്നിട്ടാ കല്യാണം പോലും വേണ്ടെന്ന് വെച്ചാൽ ഇത്രയും കാലം ജീവിച്ചു മുന്നോട്ട് വന്നേ. അപ്പം അങ്ങനെ ഒരു പെൺകുട്ടിയെ എനിക്ക് ഒരിക്കലും ചതിക്കാൻ പറ്റില്ല മുത്തശ്ശി. അതുകൊണ്ടല്ലേ ഞാൻ അവളുടെ കഴുത്തിൽ താലി ആർത്തിയത്. ഇനിയിപ്പം അവൻ ഇങ്ങോട്ടേക്ക് വന്നാലും ഞങ്ങളുടെ പിന്നാലെ കൂടിയാലും ആ കാര്യത്തിൽ എനിക്ക് പേടിയില്ല. അവനെ നേരിടാൻ തയ്യാറായിട്ട് തന്നെയാ ഞാൻ ഇവളുടെ കഴുത്തിൽ താലി ആർത്തിയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കാർത്തി പറഞ്ഞു, മുത്തശ്ശി ശരിയാ മുത്തശ്ശി, അതൊന്നും ഓർത്ത് പേടിക്കണ്ട കേട്ടോ, ഞങ്ങൾ ഇവിടുന്ന് പോയാലും ഞങ്ങൾക്ക് ഒരാപത്ത് സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ സദ്യയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വേലുവും രതീഷും കൂടെ അവൻ്റെ ബോഡി, ഗംഗാപ്രസാദിൻ്റെ ബോഡി കാറിൻ്റെ ഡിക്കിയിലേക്ക് കയറ്റി. പിന്നീട് അവരുടെ നിന്ന് പോവാണ്. വേലു പറഞ്ഞു, എത്രയും പെട്ടെന്ന് പോകണം, നമുക്ക് ആർക്കും ഒരു സംശയത്തിന് ഇട കൊടുക്കരുതെന്ന് പറഞ്ഞു. ആ സമയത്ത് കിരണിൻ്റെ അടുത്ത് വന്നിട്ട് കല്യാണി ഇടയ്ക്ക് പറയുന്നുണ്ട്, കിരണേട്ടാ അവനെങ്ങാനും വരുമോ? അങ്ങനെയൊന്നും വരാനൊന്നും പോകുന്നില്ല, നീ ധൈര്യമായിട്ടിരിക്കുക. എന്നാലും കിരണേട്ടാ എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറഞ്ഞു. പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയാണ്. അങ്ങനെ സദ്യ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നീട് വീട്ടിലേക്ക് പോകാനുള്ള തിരക്കിലാണ് ദിലീപും കാർത്തിയും. ആ സമയത്ത് കാർത്തിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു ലക്ഷ്മിയമ്മയുടെ അടുത്ത്. എന്നിട്ട് കാല് തൊട്ട് അനുഗ്രഹം മേടിക്കുന്ന സമയത്ത് ലക്ഷ്മിയമ്മ പറഞ്ഞു, മോളെ നീ ധൈര്യമായിട്ട് പോയിക്കോ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഞങ്ങളൊക്കെ ഇല്ലേ നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു, അത് ശരിയാ, ഇതുവരെ ഒന്നും സംഭവിച്ചില്ലോ, ഇനി അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവൻ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല കാർത്തിയേച്ചിയുടെ കല്യാണം കഴിഞ്ഞേ, അറിഞ്ഞാലും അവനൊന്നും ചെയ്യാനും ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതും ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു കാർത്തി പറഞ്ഞു, ചിലപ്പോൾ ശരിയായിരിക്കുമല്ലേ, അതെ ധൈര്യമായിട്ട് പോയിക്കോളാൻ പറയണം. അങ്ങനെ അവരുടെയൊക്കെ അനുഗ്രഹം മേടിച്ച് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ദിലീപിനെ മാറ്റി നിർത്തിയിട്ട് കിരൺ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട കേട്ടോ,
ഇനിയിപ്പോൾ അവൻ്റെ ശല്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും യാത്ര പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോവാണ്. അതേ സമയത്ത് ഗംഗാപ്രസാദിന്റെ കൂട്ടാളികൾ അവനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം പോയിട്ട് കുറെ സമയമായി, വരാനുള്ള സമയമായി, ഇതുവരെയായിട്ടും എന്താ അവൻ വരാത്തെ? കാരണം അവന്മാരുണ്ടായിരുന്നല്ലോ കൂട്ടാളികൾ. പക്ഷെ അവനെ കുറിച്ചൊരു വിവരം കിട്ടിയില്ല. അപ്പോഴേക്കും ഒരുത്തൻ പറഞ്ഞു, ഇനി അവനെങ്ങാനും പിടിക്കപ്പെട്ട് കാണുമോ അറിയില്ല. എങ്ങാനും പിടിക്കപ്പെട്ടാൽ നമ്മുടെ കാര്യവും തീർന്നു. ഒരു കാര്യം ചെയ്യാൻ, നമുക്ക് ഇവിടുന്ന് പതുക്കെ സ്കൂട്ടാവും. അവൻ വരുമ്പം വരട്ടെ, നമ്മുടെ താവളത്തിലേക്ക് വരട്ടെ. തൽക്കാലത്തേക്ക് നമ്മൾ ഇവിടെ നിൽക്കുന്ന ബുദ്ധിയില്ല എന്ന് പറഞ്ഞു. എങ്ങാനും അവനെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ പോലീസ് നമ്മളെ അന്വേഷിച്ച് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരവിടുന്ന് പോവുകയാണ്. ഇതേ സമയം വേലുവും രതീഷും കൂടെ അവനെയും കൊണ്ട് നേരെ വീട്ടിലേക്ക് എന്നു. അങ്ങനെ കിരൺ പറഞ്ഞ പോലെ തന്നെ ബോഡി അവിടെ ഒരു സ്ഥലത്ത് ആരും കാണാത്ത രീതിയിൽ വെക്കണം. രാത്രിയായിട്ട് വേണം ബോഡി ഇനി മറവ് ചെയ്യാനായിട്ട്. കുഴിയും കാര്യങ്ങളൊക്കെ എടുക്കണം. ഈ സമയത്ത് കിരണും കല്യാണിയൊക്കെ വീട്ടിലേക്ക് പോന്നു. കാർത്തികയും ദിലീപും ഒക്കെ അവിടേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രേണു വിളക്ക് കൊടുത്ത് കാർത്തികയെ വീട്ടിലേക്ക് കയറ്റുവാണ്. ആ സമയത്ത് രേണുവിന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ഒരു പക്ഷേങ്കിൽ ഇപ്പം വാസുവേണ്ണ ഉണ്ടായിരുന്നെങ്കിൽ എത്ര സന്തോഷമായേനും. അവരെത്ര ആഗ്രഹിച്ച കാര്യമാണ്. അതിനുശേഷം ദിലീപും കാർത്തിയും കൂടെ അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ പോയിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ദിലീപ് പറഞ്ഞു, അച്ഛ, ഞാൻ ചെയ്ത ശപഥം ഞാനിത് വാക്ക് പാലിച്ചിരിക്കുന്നു. അച്ഛനെ തീർത്താന്ന് തന്നെ ഞാൻ ഇങ്ങോട്ട് ശബ്ദം എടുത്താൽ എന്തൊക്കെ വന്നാലും ഞാൻ കാർത്തികയുടെ എഴുത്തി താലി ആർത്തുനിന്ന് അവനോട്ട് പണി കൊടുക്കണമെന്ന്. ദേ, എൻ്റെ ശബ്ദം ഞാൻ നിറവേറ്റി വന്നിരിക്കുക. ഇനി അവൻ്റെ ഒരു ശല്യം ഉണ്ടാകാൻ പാടില്ല. അധികം വൈകാതെ അവനെ ഞങ്ങൾ തീർക്കുമെന്ന് പറയണം. അവനിനി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടത്തില്ല അച്ഛാന്നൊക്കെ പറഞ്ഞു. പിന്നീടാണ് പിന്നെ ദിലീപിൻ്റെ ഒക്കെ ബന്ധുക്കാർ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അവർക്കൊക്കെ ഒരു അന്താളിപ്പായിരുന്നു. ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് ആൾക്കാരൊക്കെ വീട്ടിലേക്ക് വന്നു. പിന്നീട് രേണുവിനെ കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്ത് പരിപാടി രേണു ഒന്ന് കാണിച്ചേ? അപ്പോഴേക്കും കാർത്തിയോടും ദിലീപിനോടും പറഞ്ഞു, നിങ്ങളും മുറിയിലേക്ക് പോയിക്കോളാൻ പറയണം. അവരെ മുറിയിലേക്ക് അങ്ങോട്ട് പറഞ്ഞു വിട്ടു. രേണു പറഞ്ഞു, അതെ, എൻ്റെ മോൻ അങ്ങനെ തീരുമാനം എടുത്തു. അതിനോടൊപ്പം ഞാനും നിന്നു. കാരണം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ തീരുമാനം ശരിയെന്ന് തോന്നി. അവനെപ്പോലൊരു ദുഷ്ടന് പണി കൊടുക്കാൻ പറ്റിയൊരു അവസരമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു. അവർക്ക് പിന്നെ കൂടുതലൊന്നും പറയാൻ ഒന്നുമില്ലായിരുന്നു. ദിലീപിനാണെങ്കിൽ ഇപ്പോഴും വിശ്വാസം വരുന്നിട്ടില്ല കാർത്തികളുടെ അടുത്ത് താൻ താലി നടത്തിയെന്ന്. കാരണം എന്തെങ്കിലും ഒരു കാരണത്തിൽ ഗംഗാപ്രസാദ് അങ്ങോട്ടേക്ക് വരും, അവൻ വിവാഹം മുടക്കും എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അങ്ങനെയൊന്നും നടന്നില്ലല്ലോ. അതിൻ്റെ ഒരു സന്തോഷം കാര്യങ്ങളും അവർക്കുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കിരണും കല്യാണി എല്ലാവരും കൂടെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് കിരൺ ബൈജുവിനെ രതീഷിനെ മാറ്റിക്കൊണ്ട് പോയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. രാത്രി നമുക്ക് ബോഡി മറവ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് കല്യാണി അങ്ങോട്ടേക്ക് വരുന്നത്. കല്യാണി വന്നിട്ട് ചോദിച്ചു, എന്താ കിരണേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ മാറി എന്ന് സംസാരിക്കുന്നേ? ഇനിയിപ്പോൾ അവനെക്കുറിച്ച് വല്ല വിവരങ്ങളൊക്കെ കിട്ടുമെന്ന് ചോദിച്ചു. അതൊന്നുമല്ല കല്യാണി, അവനെങ്ങാനും വരുവാണെങ്കിൽ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമല്ലോ. കല്യാണം കഴിഞ്ഞെന്നും വെച്ചോണ്ട് നമുക്ക് അങ്ങനെ അങ്ങോട്ട് വെറുതെ വിടാൻ പാടില്ല അവനെ. അതെ, അവൻ വരുമെന്നുള്ള കാര്യം ഉറപ്പാ. ഇനി ഇങ്ങോട്ടേക്ക് വരുമെന്നുള്ള പേടി വേണ്ട. മിക്കവാറും കാർത്തിയേച്ചിയുടെ അടുത്തേക്കായിരിക്കും പോകുന്നത്. അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കണം. ദിലീപ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് അവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചാലോന്ന് ഇരിക്കുക. എന്തിന്? അല്ല, ഇവിടെയാണെങ്കിൽ സേഫ് അല്ലേ? അവിടെ ആകുമ്പോൾ പിന്നെ നമ്മൾ ആരും ഇല്ലല്ലോ. എനിക്ക് ആ ഒരു കാര്യത്തിൽ പേടിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ലക്ഷ്മി അമ്മയും കൂടെ അങ്ങോട്ട് വന്നു. ലക്ഷ്മി അമ്മ പറഞ്ഞു, ശരിയാടാ മോനെന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, ആ കാര്യമൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട. ഇനി അവൻ അങ്ങോട്ടേക്ക് വരാനൊന്നും പോകുന്നില്ല. വന്നാൽ പോലും അവനൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. കിരൺ അറിയാലോ കാര്യങ്ങൾ. തൽക്കാലത്തേക്ക് ഇത് ആരും അറിയണ്ട. എല്ലാം കഴിഞ്ഞിട്ട് മതി. എല്ലാ കാര്യങ്ങളും ഒന്ന് ശുഭമായിട്ട് നടക്കട്ടെ എന്നൊരു ചിന്തയായിരുന്നു കിരണിന്റെ രതീഷിന്റെ അവരുടെ എല്ലാവരും മനസ്സിലായി. ഒടുവിൽ അങ്ങനെ രാത്രിയാവാൻ വേണ്ടി കാത്തിരുന്നു, അവന്റെ ബോഡി കുഴിച്ചിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും അവർ പോയി വലിയ കുഴിയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് അവന്റെ ബോഡി മറവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോകുന്നത്. എന്താണെങ്കിലും ഗംഗാപ്രസാദ് എന്ന അധ്യായം അവസാനിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താണെങ്കിലും അവൻ ജീവനോടെ തിരിച്ചു വരാൻ പോകുന്നില്ല. ഒരബത്തെ കിരണിന് പറ്റി, അവൻ മരിച്ചെന്ന് കരുതി കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നത്. ഇനി എന്താണെങ്കിലും അവൻ മരിച്ചെന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് അവർ ബോഡിയൊക്കെ കുഴിച്ചെടുത്തോളൂ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.